ഹലോ, കുറേ പേരുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പം പിന്നെ നമുക്കും ഒന്ന് പോകണ്ടേ. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പം നമ്മൾ ഇന്ന് ബൈക്കിൽ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? അത് വേറെ ഇടത്തേക്കല്ല, സ്റ്റേഡിയത്തിലേക്കാണ്. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കോട്ടൺ ഫാബ് നടക്കുകയാണല്ലോ. അങ്ങനെ ഒടുവിൽ ഞാനും എത്തി കോട്ടൺ ഫാബിലേക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇവിടുന്ന് എല്ലാ സാധനങ്ങളും മേടിക്കുക, നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എന്നൊന്നല്ല കേട്ടോ. എനിക്കിതൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്നൊരു പരിപാടിയാണ്. എന്നെ പോലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാൻ കാണുന്ന കൂട്ടത്തിലെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു. എല്ലാ തവണത്തെയും പോലെ അടിപൊളി സാധനങ്ങളാണ് ഇത്തവണയുള്ളത്. നല്ല അടിപൊളി ഓക്സിഡൈസ് ജ്വല്ലറി സെറ്റൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത്ര അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അടിപൊളി കോട്ടൺ സാരി സെറ്റും കുർത്ത സെറ്റും പലാസോ സെറ്റും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എനിക്കിഷ്ടപ്പെട്ട തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിപ്പം നിലവിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും മേടിക്കാതിരുന്നത്. വളകളെ ആയാലും മാലകളുടെ ആയൊക്കെ അടിപൊളി സെറ്റ് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജ് പോലെ നമുക്ക് മിറർ സെൽഫി എടുക്കാൻ പറ്റുന്ന സംഭവം അടിപൊളിയല്ലേ. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറേ നല്ല അടിപൊളി ഫർണിച്ചർ സെറ്റുകളൊക്കെ കണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് പീസസ് ഉണ്ടായിരുന്നേ അവിടെ. പക്ഷേ കോട്ടൺ ഫാബിന് വരിക എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. ആ കാണുന്ന ഒരു സ്റ്റോളാണ്. അവിടെ എന്താണെന്നല്ലേ, വാ കാണിച്ചു തരാം. നല്ല അടിപൊളി ക്രോക്കറി സെറ്റുകളുണ്ട് ഇവിടെ. നല്ല സിറാമിക്കിൻ്റെ അടിപൊളി പോട്ടുകളും പ്ലേറ്റുകളും മഗ്ഗുകളും ഒക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാൻ. ഇതൊക്കെ ഒന്ന് തൊട്ട് തലോടി പോകാൻ തന്നെ എന്തൊരു സുഖമാണെന്നറിയാവോ. ആ കിട്ടുന്നൊരു സാറ്റിസ്ഫിക്കേഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര സുഖമുള്ളൊരു പരിപാടി. ഈ ക്രോക്കറി സെറ്റൊക്കെ, ഈ അടിപൊളി അടിപൊളി പോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നേ. പിൻട്രസ്റ്റി വൈബിലുള്ള ഇഷ്ടം പോലെ കളക്ഷൻ അവിടെ ഉണ്ട്. എന്നെപ്പോലെ ഇത്തരം ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ കോട്ടൺ ഫാബിലെ സിറാമിക് സെക്ഷൻ. ഇഷ്ടം പോലെയുള്ള വെറൈറ്റി പോട്ടുകളാണ് ഇവിടെ ഉള്ളത് കൂടുതലും, അതും എസ്തെറ്റിക് വൈബിലുള്ളത്. കോട്ടൺ ഫാബിന് വന്ന് നടന്നും കണ്ടും ക്ഷീണിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ പേടിക്കേണ്ട, കഴിക്കാനുള്ളതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. ഇഷ്ടംപോലെ ബജിക്കടകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ബജികളോ ഐസ്ക്രീംസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. അച്ചാറുകളുണ്ട്, പലതരത്തിലുള്ള ചിപ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് മാറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേനെ. പിന്നെ രാജസ്ഥാനിലെ ഈ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഈ കട, ഇതൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പീസസ് ആണ്. അതുപോലെ തന്നെ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ ഒരു നല്ല കളക്ഷൻ ഉള്ള ഒരു കട കണ്ടായിരുന്നേ. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള കോട്ടൺ സാരീസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവിടെ പിന്നെ നല്ലൊരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നേ. നല്ല ഓഫർ പ്രൈസിലായിരുന്നേ ഇവിടെ ബുക്കുകളൊക്കെ സെയിലാക്കുന്നത്. ഞാനും കുറേ ബുക്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ കോട്ടൺ ഫാബും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.